അൽഹംദുലില്ലാ ഏകദേശം മെയ് മാസമായിരുന്നു നമ്മളുടെ മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് മത്സരത്തില് 3 ഇനങ്ങളിലാണ് നമ്മുടെ മത്സരം നടന്നത്. ഖുർആൻ റെസിറ്റേഷൻ ഉണ്ടായിരുന്നു, ഇസ്ലാമിക് സ്പീച്ച് ഉണ്ടായിരുന്നു, സീറ എന്ന് പറഞ്ഞ ചരിത്രം, നമ്മള് പ്രവാചക ചരിത്രങ്ങളും മറ്റ് ചരിത്രങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരു സെഷനും ഉണ്ടായിരുന്നു. അപ്പൊ 3 മത്സര ഇനങ്ങളിലും 4 കാറ്റഗറി ഓഫ് മത്സരാർത്ഥികളുണ്ട്. ഓരോ മത്സര ഇനങ്ങളിലും 4 കാറ്റഗറി ഓഫ് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. കാറ്റഗറി 1 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളും, കാറ്റഗറി 2 7 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും, കാറ്റഗറി 3 12 മുതൽ 18 വയസ്സ് വരെയുള്ള അഹവാത്തുകൾക്കും, കാറ്റഗറി 4 18 മുകളിലുള്ള അഹവാത്തുകൾക്കുമായിരുന്നു നമ്മുടെ ഇങ്ങനെ 4 കാറ്റഗറിയിലായിട്ടാണ് നമ്മളെ മത്സരങ്ങൾ നടന്നത്. മാഷാ അല്ലാഹ് ഫസ്റ്റ് സ്റ്റേജ് മത്സരമൊക്കെ വളരെ ടൈറ്റ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ 500-ലധികം ഓരോ മത്സര ഇനങ്ങളിൽ ഒരുപാട് അഹവാത്തുകൾ പങ്കെടുത്തു. അതിൽ നിന്ന് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഫിൽട്രേഷനും ഇവാലുവേഷനും കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങി. സെക്കൻഡ് സ്റ്റേജ് മത്സരവും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് കാറ്റഗറി 2 ഒക്കെ നല്ല രീതിയിൽ ഒരുപാട് മക്കള് പങ്കെടുക്കുകയും നമുക്കിങ്ങനെ റിസൾട്ടിന്റെ സമയത്ത് അല്ലെങ്കിൽ റിസൾട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ കുറെ പ്രയാസപ്പെടുകയും ചെയ്തു. കാരണം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലായിരുന്നു മത്സരത്തിൽ പ്രത്യേകിച്ച് ഖുർആൻ റെസിറ്റേഷൻ കാറ്റഗറി 2 ഒക്കെ നല്ല ഒരുപാട് മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ കാറ്റഗറി 3 മത്സരം ഏകദേശം ജൂൺ 1 മുതൽ ജൂൺ 27 വരെയും കാറ്റഗറി 3 മത്സരം കാറ്റഗറി 3 അല്ല, സ്റ്റേജ് 3 മൂന്നാം ഘട്ട മത്സരങ്ങൾ നടന്നു. മൂന്നാം ഘട്ട മത്സരങ്ങൾ എല്ലാവരും സാക്ഷ്യം വഹിക്കാനുള്ള അവസരം കൂടി അക്കാദമി നൽകിയിരുന്നു. അപ്പൊ ഇത് എല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ വളരെ വലിയൊരു ജേണി എന്ന് പറയാൻ പറ്റില്ല. ഒരു മാസത്തെ ജേണി, ഒരു 1-2 മാസത്തെ ജേണിയാണ്. എങ്കിൽ പോലും മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഒരു വലിയ ജേണി ആയിരുന്നല്ലോ. ആ ഒരു ജേണി കഴിഞ്ഞ് ഇപ്പൊ ഇൻഷാ അല്ലാഹ് ആർക്കൊക്കെയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. ഒരു 8 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അൽഹംദുലില്ലാ ഇവിടെ ഓരോ മത്സരത്തിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയിട്ടുള്ള ഉഖ്തിമാരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ പേര് അനൗൺസ് ചെയ്യൂട്ടോ. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടുക എന്നതല്ല നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, അത് മക്കൾക്കാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ചെറിയ മക്കളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടിയിട്ടില്ല എന്ന് വെച്ച് അല്ലെങ്കിൽ അവർക്കൊരു നിരാശ വരരുത്. നമ്മളുടെ ലക്ഷ്യം എന്താണ്? നല്ലൊരു സദസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നു, മത്സരത്തിൽ പങ്കെടുക്കുന്നു, അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള അജറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സമ്മാനത്തെക്കാളും വലുതായിട്ട് ഒന്നുമില്ല. അപ്പൊ ആ സമ്മാനമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും. അപ്പൊ ഇത് ദുനിയാവിലുള്ള ചെറിയ ഒരു ഒരു എന്താ പറയുക, നമുക്കൊരു പ്രോത്സാഹനം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു പ്രോത്സാഹനം കിട്ടാനും നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു റിലാക്സ് ആവാനൊക്കെ ഉള്ള ഒരു സ്പേസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആരും നിരാശപ്പെടരുത്. പ്രൈസ് കിട്ടാതെ പോയിട്ടുള്ള അഹ്വാത്തുകളോ അല്ലെങ്കിൽ മക്കളും നിരാശപ്പെടാതിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ടൈം ഇൻഷാ അല്ലാഹ് ഓരോ വർഷവും അക്കാദമിയിൽ ഇങ്ങനത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് നടക്കാറുണ്ട്. അതെല്ലാത്തിലും നിങ്ങൾ പങ്കെടുക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. വിജയികളായിട്ടുള്ള അഹ്വാത്തുകളുടെയും അതുപോലെ മക്കളുടെ പാരന്റ്സിന്റെ ഒക്കെ എക്സ്പീരിയൻസ് കേൾക്കാൻ നമുക്ക് അതിയായ അക്കാദമി പാനലിന് വളരെ വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കും എന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഖുർആൻ റെസിറ്റേഷനിലേക്ക് വരാം. ഖുർആൻ റെസിറ്റേഷൻ ആയിരുന്നു ഏറ്റവും ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഖുർആൻ പാരായണ മത്സരത്തിൽ എപ്പോഴും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. നല്ല ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റിയത് ഖുർആൻ പാരായണ മത്സരത്തിലാണ്. അപ്പൊ കാറ്റഗറി 1 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാറ്റഗറിയിൽ ഖുർആൻ പാരായണ മത്സരത്തില് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ആയിഷ ബിൻത്ത് സർഫറാസ് മോൾക്കാണ്. 4 വയസ്സുള്ള സർഫറാസ് ബിൻത്ത് അബ്ദുൽ ഗഫൂറിന്റെയും ഷെഫീന ബിൻത്ത് ഹൈദർ അലിന്റെയും മകളായിട്ടുള്ള 4 വയസ്സുള്ള ആയിഷ ബിൻത്ത് സർഫറാസ് മോൾക്കാണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. പൊന്നാനിയിലാണ് മോളുടെ സ്ഥലം. ബറക്കല്ലാഹു ഫീക്കി. ഇവിടെ ആയിഷന്റെ ഉമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാഹ് നമ്മളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഹൈറായിരിക്കും. ആയിഷ ഉഖ്തിന്റെ ഉമ്മ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ഹൈറായിരിക്കും, സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാ അള്ളാഹ്. നിങ്ങൾ ഓരോരുത്തരുടെയും, കാരണം നിങ്ങൾ പാരന്റ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഓരോരുത്തരും 3 ഘട്ട മത്സരങ്ങളിലും ഈ ചെറിയ മക്കളെയൊക്കെ പിടിച്ചിരുത്താൻ പെട്ട പാടില്ലേ. അവരെ പ്രത്യേകിച്ച് നിങ്ങൾ പാരന്റ്സിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പല പാരന്റ്സിന് ഒരു മോട്ടിവേഷൻ കൂടിയാണ്. കാരണം അവർക്കും 4 വയസ്സുള്ള 5 വയസ്സുള്ള ഒക്കെ മക്കളുള്ള ഒരുപാട് അഹവാത്തികൾ ഈ കൂട്ടത്തിലുണ്ട്. എങ്ങനെ ഈ മക്കളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുത്തു? നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ഒരു ഹെൽപ്പും ഇല്ലാണ്ട് ഒരിക്കലും അവർക്കത് കഴിയൂലല്ലോ. അതുകൊണ്ട് വെച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ എക്സ്പീരിയൻസുകളും കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്.
പറ്റുകയാണെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് കാറ്റഗറി 1 ഖുറാൻ പാരായണ മത്സരത്തിൽ സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്ന നൂഹ് ഇബ്നു ജുനൈദ് മോനാണ്. ജുനൈദിന്റെയും അതുപോലെ ഹംന ഉഖ്തിന്റെയും മകനായിട്ടുള്ള നൂഹ് ഇബ്നു ജുനൈദ്. ഭയങ്കര സന്തോഷം. നമ്മളെ സ്ഥലത്താണ്, കൊല്ലത്താണ് മോന്റെ വീട്. അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് നൂഹ് ഇബ്നു ജുനൈദ്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ഫരീദയ്ക്കും, 2 മക്കൾക്ക് കൂടിയാണ് സെക്കൻഡ് പ്രൈസ് വരുന്നത്. നൂഹ് ഇബ്നു ജുനൈദിനും ഫരീദ മോൾക്കും 2 ആളുകൾക്കും സെക്കൻഡ് പ്രൈസ് വരുന്നുണ്ട്. ഫരീദ സൂമിയ ഉഖ്തിന്റെയും ജലാലുദ്ദീൻ ഉഖ്തിന്റെയും മകളാണ്. സൂമിയ ഉഖ്തിന്റെയും ജലാലുദ്ദീൻ അഖിന്റെയും മോളാണ് ഫരീദ. കോട്ടയത്താണ് സ്ഥലം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. അതുപോലെ 3ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് റസീൻ അഹമ്മദിനാണ്. റസീൻ അഹമ്മദ് അബ്ദുസലാമിന്റെയും സുമയ്യയുടെയും മകനായിട്ടുള്ള റസീൻ അഹമ്മദിനാണ് 3ാം സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അതും സന്തോഷം. കൊല്ലത്തുനിന്ന് 2 ആളുകളുടെ ഒക്കെ പ്രൈസ് കിട്ടിയത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാഹ്. ഓക്കെ, റസീന്റെ ഉമ്മ ഉണ്ട്, ഒന്ന് ഹാൻഡ് റൈസ്. ഉമ്മമാർക്കാണ് സംസാരിക്കാൻ പറ്റുക കേട്ടോ. ഇൻഷാ അല്ലാഹ് സംസാരിച്ചോളൂ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ. റസീൻ ഉഖ്തിന്റെ ഉമ്മ, റസീൻ മോന്റെ മകൻ അല്ല ഉമ്മ. ഷെഫീന ഹൈദർ ഉഖ്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ആയിഷ ബിൻത്ത് സർഫറാസിന്റെ പാരന്റ് ആണ്, ഉമ്മയാണ്. ഓക്കെ, ഖൈർ, മാഷാ അല്ലാഹ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്ന ആയിഷക്കാണ്. ബറക്കല്ലാഹു ഫീക്. ഉഖ്തി സംസാരിച്ചോളൂ, ഇൻഷാ അല്ലാഹ് എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, ഞാൻ ഫസ്റ്റ് ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും അൽഹംദുലില്ലാഹ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം, മനസ്സ് നിറഞ്ഞു, വാക്കുകളില്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ആഹ് എന്താ മോള് പ്രധാനമായിട്ട് ശ്രദ്ധിക്കല്, ഞാൻ നേരെ ഡയറക്റ്റ് ടോപ്പിക്ക് കിടക്കുകയാണ്. മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, തിലാവയിൽ കറക്ഷൻസ് വേഗം കൊടുക്കും. എന്ത് തെറ്റ് വന്നു കഴിഞ്ഞാലും കുഞ്ഞല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണന കൊടുക്കലില്ല. കറക്ഷൻ എന്താണോ അപ്പോൾ എൻ്റെ ഇൽമിൽ വെച്ചുകൊണ്ട് ഞാനത് കറക്ഷൻ ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങളിലേക്ക് മ്യൂസിക് അതുപോലുള്ള കാര്യങ്ങളിലൊന്നും അവരെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത്തരം മീഡിയാസ് എന്താ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ ഒരു രീതിയിലേക്ക് മക്കളെ കൊണ്ടുപോകാറില്ല. മൂന്നാമതായി പറയുകയാണെങ്കിൽ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള ദുആയും പിന്നെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഒരു മോഡലായിക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു അഅലം എത്രമാത്രം സക്സസ് ആയിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ കുഞ്ഞു മോളെ എടുത്തിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മോളെ ഇങ്ങനെ ആക്കണം, എന്തൊക്കെയാണ് നമ്മളെ ആഗ്രഹങ്ങൾ, അള്ളാഹു ഏത് രീതിയിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട് എന്ന് എത്തിക്കണം. വാക്കുകളെ ഇടറാണ്. എന്താ പറയാ, അൽഹംദുലില്ലാഹ് മോളെ ഏത് രീതിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. അത് കുഞ്ഞു വയസ്സ് മുതലേ കുട്ടികൾ ഉറക്കത്തിൽ നീക്കണ സമയത്താണെങ്കിൽ ഒരു വാശി പിടിക്കുമ്പോഴും വികൃതി കൂടുമ്പോഴൊക്കെ ദുആയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവൾക്ക് മുതിർന്നതായിട്ടൊരു മകനുണ്ട്, അബ്ദുള്ളയെ കണ്ടിട്ടാണ് ആയിഷ വളർന്നത്. അബ്ദുള്ളന്റെ മാഷാ അല്ലാഹ് അവനും അൽഹംദുലില്ലാഹ് നല്ല മഖ്റജുള്ള മകനാണ്. അപ്പൊ അവനില് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആയിഷ സ്വായത്തമാക്കാൻ, അത് അവനിൽ നിന്ന് കണ്ടുപഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പാരന്റ്സിനോട് പറയാനുള്ളത്, എനിക്ക് അടുത്തടുത്ത് മക്കളുള്ളതാണ്. അപ്പൊ മൂത്ത മക്കളെ നമ്മൾ ട്രെയിൻ ചെയ്ത ഏറ്റവും നന്നായ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യാനും നല്ല രീതിയിൽ വളർത്താൻ ശ്രമിച്ചാൽ അത് ബാക്കിയുള്ള മക്കൾക്കും എന്ത് ചെയ്യും, അതൊരു കോപ്പി ചെയ്യും, അവരുടെ ലൈഫിലേക്ക് കോപ്പി ചെയ്യും. അൽഹംദുലില്ലാഹ് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓർമ്മയിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കിട്ടിയില്ല. പക്ഷെ എന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഞാൻ അൽഹംദുലില്ലാഹ് ഷെയർ ചെയ്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കില്ലാഹ് ഖൈർ ഉഖ്തി ഷഫീന. സത്യത്തിൽ നല്ല നിങ്ങൾ പറഞ്ഞ ഓരോ പോയിന്റ്സും എനിക്ക് തോന്നുന്നു, ഞാനൊരു പാരന്റ് അല്ല, പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്ന പാരന്റ്സ് എനിക്ക് തന്നെ കേട്ടപ്പോൾ ഭയങ്കര ബെനിഫിഷ്യൽ ആയി തോന്നി. ഇവിടെ ഇരിക്കുന്ന ഓരോ പാരന്റ്സിനും അത് ബെനിഫിറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തായാലും ബെനിഫിറ്റ് ചെയ്യും ഒരു ഉറപ്പ് തോന്നുന്നു. കാരണം നല്ല പോയിന്റ്സ് ആണ്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കളെ വളർത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ടെക്നിക്സും
മാഷാ അല്ലാ. അല്ലാഹുമ്മ ബാരിക്. അല്ലാഹു ആ മക്കളെ കേട്ടപ്പോ തന്നെ ഭയങ്കര കാണാൻ തന്നെ കൊതി തോന്നുന്നു മക്കളെയൊക്കെ. അല്ലാഹു അവർക്ക് എല്ലാ ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. ഏറ്റവും സാലിഹത്തായ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ നന്മയിലേക്ക് ഖൈറിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന നല്ല സന്താനങ്ങളാക്കി അല്ലാഹു ആ മക്കളെ ഓരോരുത്തരെയും മാറ്റട്ടെ. ആത്മാർത്ഥമായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് എപ്പോഴും മുന്നേറാനും വിജയിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജസാക്കില്ലാ ഖൈർ ഉഖ്തി. ബാറക്കല്ലാഹു. അൽഹംദുലില്ലാ. ഇനി നൂഹിന്റെ ഉമ്മ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കൊണ്ട് മാഷാ അല്ലാ ഒരുപാട് പേർക്ക് അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. നൂഹിന്റെ ഉമ്മ സംസാരിച്ചോളൂ. കാരണം ഇത്രയും ചെറിയ മക്കള് നന്നായിട്ട് നമ്മൾക്ക് തന്നെ നമ്മള് ജഡ്ജിങ് പാനലിൽ ഇരുന്നവർക്കും ഇത് മത്സരം വീക്ഷിച്ചവർക്കൊക്കെ ഭയങ്കര അൽഹംദുലില്ലാ അത്ഭുതം എന്ന് വെച്ചാൽ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് നമുക്കും അങ്ങനത്തെ മക്കളെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. നമുക്കതൊരു ആ വിഷയത്തിലൊരു വേറെ മറ്റ് കണ്ണീറുകളൊന്നും മക്കൾക്ക് ബാധിക്കാതിരിക്കട്ടെ. അപ്പം നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി മക്കളുടെ ആ നിങ്ങളുടെ ട്രെയിനിങ്ങും നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്സും ആണ് ആ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അത് ഓരോ പാരന്റ്സിനും അത് ബെനിഫിറ്റ് ചെയ്യും നിങ്ങൾ പറയുന്ന ഓരോ പോയിന്റ്സും. ഇൻഷാ അല്ലാഹ് സംസാരിച്ചോളൂ. നൂഹിന്റെ ഉമ്മ സംസാരിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. അൽഹംദുലില്ലാ, ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത നൂറാഹ്തിക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് എന്താണ് നന്മകൾ വരട്ടെ. ഇൻഷാ അള്ളാഹ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. അതുപോലെ ഈ അക്കാഡമി ലോകാവസാനം വരെ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു അക്കാഡമി ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ മോനെ സംബന്ധിച്ച് തീരെ കുഞ്ഞായിരുന്നപ്പോ തൊട്ടേ ഖുർആൻ ഇട്ട് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. 1 മാസം പ്രായമുള്ള ആ സമയം മുതലേ ഖുർആൻ ഇട്ട് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ ആള് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ ഖുർആൻ കേൾക്കാനും ഓതാനൊക്കെ ഇഷ്ടം ആയി തുടങ്ങിയിരുന്നു. ഖുർആൻ കേൾക്കാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോ ഖുർആൻ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അൽഹംദുലില്ലാ, ഇപ്പൊ 1 ജുസ് കംപ്ലീറ്റ് ആയി. 6 വയസ്സാണ്. 1 ജുസ് കംപ്ലീറ്റ് ആയി. 2ാമത്തെ ജുസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. അൽഹംദുലില്ലാ, അത് കേട്ടിട്ട് ചെറിയ മോളും 2.5 വയസ്സുള്ള മോളും മാഷാ അല്ലാ ഒരുപാട് സൂറത്തുകളൊക്കെ ഓതുന്നുണ്ട്. അൽഹംദുലില്ലാ, ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നൂറാഹ്തിയുടെ കൂടെ പഠിച്ച ആളാണ് ഞാന്. അല്ലാഹ്. ഹംന ഓ മാഷാ. മനസ്സിലായി ഹംന. എനിക്ക് ഇപ്പഴാ മനസ്സിലായത് കേട്ടോ. ആ ഓക്കെ. ഹംനിന്റെ മോനാണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ബാരിക്. കാണാൻ പറ്റട്ടെ. മോനെ ഒന്ന് കാണണം ഇൻഷാ അല്ലാഹ്. കാണാൻ പറ്റട്ടെ എപ്പോഴെങ്കിലും വെച്ച്. ഇൻഷാ അല്ലാഹ്. خير أختي وجزاك الله خير. اللهم بارك. بارك الله فيك. الحمد لله. جزاك الله خير ഹംന. ഫരീദ അഖ്തി ഫരീദന്റെ ഉമ്മ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. ഫരീദന്റെ ഉമ്മ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും ഫരീദ, അസ്സലാം. എന്റെ മോള് ഫരീദ. പ്രൈസ്കാരനെ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാ, ജസാക്കല്ലാഹ്. നമ്മള് കുഞ്ഞായിരിക്കും മുതലല്ല, അതായത് 3 വയസ്സ് മുതലേ നമ്മൾ ഖുർആൻ പഠനത്തിലേക്ക് മോളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. മഹ്റജോട് നമ്മുടെ മക്കൾ 6 മക്കളുണ്ട്. അവരെല്ലാവരും ഈ ഖുർആന്റെ വഴിയിൽ തന്നെ ഇതുവരെയും വന്നുകൊണ്ടിരിക്കുന്നത്. മൂത്ത 2 കുട്ടികള് ഹാഫിളത്താണ്. ബാക്കി ഉള്ള 4 പേരും ഈ വഴിയിൽ തന്നെയാണുള്ളത്. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാഹുമ്മ ബാരിക്. ബാറക്കല്ലാഹു ഫീകി അഖ്തി. ജസാക്കല്ലാഹു ഖൈറ. അൽഹംദുലില്ലാ. അപ്പൊ ഇതിലൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങണം ട്രെയിനിങ് അല്ലേ. എല്ലാ പാരന്റ്സും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു 15-16 വയസ്സാകുമ്പോൾ കുട്ടികളെ ഇട്ട് ബഹളം ഉണ്ടാക്കി അടിച്ചു പിടിച്ചിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലേ ട്രെയിനിങ് തുടങ്ങണം അല്ലെ. അതാണ് നമുക്ക് പലപ്പോഴും മിസ്സാവുന്ന ഒരു സാധനം. ചെറുപ്പത്തിലേ മ്യൂസിക് പോലത്തെ ഹറാമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മക്കളെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ അവരെ ഒരു ഹിക്മത്തോടു കൂടി അതിൽ ഇൻട്രസ്റ്റ് മാറ്റി ഖുറാനിലേക്കും മറ്റുള്ള നന്മയിലേക്കും അവരെ വഴിതിരിച്ച് വിടേണ്ടത് നമ്മളോരോ ഉമ്മമാരുമാണ്. അള്ളാഹു നമുക്ക് ഏറ്റവും നല്ല ഉമ്മമാരാവാനുള്ള തൗഫീഖ് നൽകട്ടെ. നല്ല മക്കളെ വാർത്തെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകട്ടെ. ആമീൻ.